അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത്. കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട്, ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം. അത് നീ തന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന, ആയിരക്കണക്കിന് ആരാധന. ദൈവമേ,
അതെല്ലാം ആസ്തി ഭദ്രത ചെയ്യുന്നു. അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശ്രയിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിൻ്റെ രണ്ടാമത് സുവിശേഷ ഭാഗ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളെ പൊതുവെ നോക്കുമ്പോ ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനും എല്ലാം നിലയം വിളിച്ച് നടക്കുന്ന കുറെ ആൾക്കാരില്ലേ? ഞാൻ അങ്ങനെ കുറെ എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, പിള്ളേര് വെറുതെ എണ്ണുമ്പോൾ നില വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ വാവേ എന്ന് പറയും. പൂർവസ്ഥിതി പ്രാവശ്യം കൊച്ചു വെറുതെ കിടന്ന് പോയിട്ടാണ്. ഇതുപോലെ വലിയ മനുഷ്യരുണ്ട് വെറുതെ കിടന്ന് നിലവിളിക്കുന്നവർ. ഈശോയ്ക്ക് ഈ വെറുതെ കിടന്ന് നിലവിളിക്കുന്നവരെ ഭയങ്കര നീരസമാണ്. ഈശോ അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. എന്നുവെച്ചാൽ ഇത് എല്ലാ കാര്യത്തിലും അളിഞ്ഞ മോന്തമായിട്ട് നിലപിടിച്ചാക്കണില്ലേ? നിങ്ങൾക്ക് തോന്നണ്ട ഈ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണെന്ന്? നോ നോ നോ. അവർ ഈശോ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്. ഗെറ്റ് ഔട്ട് അടിക്കണ കേൾക്കാം. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരൻ അറിയാല എല്ലാത്തിനെയും. അതായത് സങ്കടം ഇങ്ങനെ കുഴലൂതി ഊതി എല്ലാ യഹൂദന്മാരെ വീട്ടിലും കാണും ഇതുപോലെ കുറെ ആൾക്കാർ. നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് ഇടുകയല്ലേ? അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട്. ലത്തീൻ കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു, പുത്തമ്മാനം വായിക്കുന്നില്ല. എൻ്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട്. കുഴലൂതണല്ല, ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കുഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെ കുറിച്ച് അറിയാം. അപ്പോൾ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഈശ്വന്തി അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. അതാണ് വിഷയം. എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട്, എപ്പോഴും കാറിയും കുവിയും നിലയും വിളിച്ച് അവതായും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളൊരു ദൈവം അത്ര കണ്ട് അഡ്രസ്സ് ചെയ്യണില്ല. ഇപ്പൊ എന്താ ഈശോ പറയണത്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഓർക്കും സുവിശേഷത്തില് ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ പോയപ്പോൾ ജോലിയില്ല, വീടില്ല, വീട്ടിൽ മരണം, ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലാപമുണ്ടായി ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണത്? അത് താഴത്തെ വചനമാണ് എൻ്റെ കീ. എന്താണ്? എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം, കരയണൊക്കെ കൊള്ളാം. കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും. വെറുതെ ഇരുന്നുണ്ട് വീടില്ലേ, ജോലിയില്ലേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണമല്ല. എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം. കാര്യം എല്ലാത്തിനെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കണം ഈശോ. എന്നെ പ്രതി എന്താണ്? അതിൻ്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷം ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരച്ചിൽ. അല്ല വയറ്റിപ്പിഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയണതല്ല. അതിന് മര്യാദക്ക് അധ്വാനിക്കേണ്ടി വരും. നമ്മൾ ദൈവം സഹായിക്കും. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്.
കുഴപ്പമില്ലാത്ത കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ പ്രതി. ആ വചനം ഒന്നിട്ട് വായിച്ചേ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ അന്ന് കരച്ചിലുണ്ടല്ലോ. അപ്പൊ കരയുന്നവർ അനുഗ്രഹീതർ. പീഡിപ്പിക്കുകയും മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ ജമീയുമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം പുകില ഉണ്ടായത്. അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ, അതിന് കരച്ചിലൊന്നുമില്ല, എന്നാൽ തന്നെയും ആക്ഷേപിച്ചോ. യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആരും ആക്ഷേപിച്ചാൽ അവർക്ക് മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ, വരെ കാര്യമൊന്നും ചെയ്തില്ല. അപ്പൊ എന്നെ മനുഷ്യനെ അവഹേളിക്കുകയും അടുത്ത വചനം എന്താ, പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കുകയും കൈമാറും ചെയ്യുന്നതിന്റെ പേരുണ്ട് അടുത്ത പീഡനങ്ങളിൽ നമുക്കുണ്ടാകുന്ന കരച്ചില്. എല്ലാവിധ തിന്മകളും നമ്മൾ കള്ളക്കേസ് കൊടുക്കത്തില്ല നമുക്കെതിരെ, എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ മനസ്സിലായി, സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വരുന്നത്. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവരും ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല. താഴെ വൃത്തിയായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം, ഈശോയുടെ വചനത്തെ പ്രതി ആയിരിക്കണം. ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ എഴുതിയിരിക്കണത്? കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറയണത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെയാകാം, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വെച്ച് തന്നെയാകാം. എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം. എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷം. മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാർലി റോയ്, ചേന്നമംഗലത്തു നിന്ന് വരുന്ന ഹോളി ക്രോസ് ചർച്ച് ഇടവകയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ വിഷയം ഭാഗ ഉടമ്പടിയാണ്. എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. എനിക്ക് ഈശോ നിത്യതയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 18 വർഷമായി. അപ്പച്ചനെ ഭാഗ ഉടമ്പടി ചെയ്യാൻ സാധിച്ചില്ല. അപ്പച്ചൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ട് പോവുകയാണ്. അപ്പച്ചന് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 6 പേര് മക്കളുള്ളതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ സമ്പാദ്യം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പച്ചൻ്റെ അപ്പാപ്പൻ, അതായത് ഞങ്ങളുടെ മുത്തപ്പാപ്പൻ, അപ്പച്ചൻ്റെ അപ്പന്, അതായത് ഞങ്ങളുടെ അപ്പാപ്പൻ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് അപ്പാപ്പൻ സ്വത്തുക്കൾ നശിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ അപ്പച്ചന് സ്വത്തുക്കൾ എഴുതി വെച്ചു. അതിൻ്റെ ഫലമായിട്ട് മുത്തപ്പാപ്പൻ മരിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എൻ്റെ അപ്പച്ചന് 3 പെങ്ങന്മാരായിരുന്നു. 22 വയസ്സിലാണ് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ മുത്തപ്പാപ്പന് 70 വയസ്സുള്ളപ്പോൾ. അന്ന് എൻ്റെ അപ്പച്ചൻ ഗവൺമെൻറ് ജോലി, പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി കിട്ടിയിരുന്നത്. ഏകദേശം 30 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 35 വയസ്സാകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടി. ഒരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാ ഫർണിച്ചറും പുറത്തെടുത്ത് വെച്ച് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പെങ്ങന്മാർ. അന്നേരം എൻ്റെ അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സ്വന്തം അപ്പനോടും പെങ്ങന്മാരോടും വഴക്കിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു വാടക വീടെടുത്ത് അവിടെ താമസിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കണത്. എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഈശോ എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചത്, വളർന്നത്, കല്യാണം കഴിഞ്ഞത്. അപ്പച്ചൻ മരിക്കണത് വരെ ആ വാടക വീട്ടിലായിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് ഭാഗോടമ്പടി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങി. സ്വത്തിനെ ചൊല്ലി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഞാൻ പലരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടുണ്ട്, ഒന്നും മാധ്യസ്ഥം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും സാധിച്ചില്ല. അവസാനം കൃപാസനത്തിലൊരു പത്രം കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് ഇവിടെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ
ഏത് കാര്യം സാധിക്കുമെന്നാണ് പറയുന്നതെന്ന്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്നു നിയോഗം എടുത്തു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ 3 വീട് വിൽക്കാൻ പറ്റി. അതായിരുന്നു എൻ്റെ 2 സാക്ഷ്യത്തിലും പറഞ്ഞത്. 2 സാക്ഷ്യം കൊണ്ട് 3 വീട്, അത് ചെറിയ ലൈൻ മുറികളായിരുന്നു. ഇന്ന് ഞാൻ പറയണത് ഞങ്ങളുടെ തറവാടാണ്. ആ തറവാട് വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞാനിവിടെ എന്ത് പറയുകയാണെങ്കിലും അതിൻ്റെ 3 ഇരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഇനി നിനക്ക് പുതുക്കി തരില്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ബ്രദറിനോട് പറഞ്ഞു, എന്താ ചെയ്യുക, ആരും വാങ്ങിക്കാൻ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അപ്പച്ചൻ ഇറങ്ങിപ്പോയ ദിവസം തന്നെ ആ വീട് 10-20 പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അപ്പാപ്പൻ മരിച്ചിട്ട് അപ്പച്ചൻ ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരുന്നു. ആ കേസ് ജയിച്ചത്, അപ്പച്ചൻ മരിച്ചിട്ടാണ് കേസ് ജയിച്ചത്. അപ്പച്ചൻ മരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേസ് ജയിച്ചത്. പിന്നെ അതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് കുറേ വചനം തന്ന്, നീ പ്രാർത്ഥിക്കുക, നിനക്കെല്ലാം മാതാവ് ചെയ്തു തരുന്നുണ്ടല്ലോ. മാതാവ് എനിക്ക് ഒരുപാട് മെസ്സേജസ് തന്നിരുന്നു. അപ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ. മാതാവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കാരണം എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് പറയണത്, ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തരണം, എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കും, പക്ഷെ കാര്യം നടക്കണില്ല. ഞാൻ എന്ന് വിചാരിക്കും, അവർ പറയും ഈ വീട് വിൽക്കുമ്പോൾ എല്ലാം പൈസ തരാമെന്ന്. മാസവണക്കത്തിന് നിയോഗം വെച്ചു. ബ്രദർ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് ദൈവത്തിനോട് തന്നെ നീ ചോദിക്കുക. എന്നിട്ട് കുറേ വചനങ്ങളും തന്നു. അതെല്ലാം എഴുതിയിട്ട് ഈശോയോട് ചോദിച്ചു. മെയ് മാസം 28-ാം തീയതി നിയോഗം വണക്കമാസം നിയോഗത്തിന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. 100 വർഷം പഴക്കമുള്ള വീടാണിത്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഒരാൾ വന്നപ്പോൾ ഒരാൾ ട്രാൻസാക്ഷന് വന്നപ്പോൾ അയാൾ ആധാരമില്ല എന്ന് പറഞ്ഞപ്പോൾ 15 ലക്ഷം ഞങ്ങൾക്ക് രജിസ്ട്രേഷന് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ആധാരം കണ്ടുപിടിച്ച് കൊടുന്നോളാന്ന് പറഞ്ഞു. പിന്നെ 2 മാസം കൊണ്ട് ആധാരം കിട്ടി. ഈ മെയ് മാസം വണക്കമാസം കഴിഞ്ഞ് 28-ാം തീയതി ഞാൻ വണക്കം ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു. അത് കഴിഞ്ഞ് ജൂൺ 26-ാം തീയതി അതിൻ്റെ കരാറ് നടന്നു. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും എനിക്ക് നിത്യത കിട്ടിയ പോലെ എനിക്ക് ഈശോയെ പറ്റിയിട്ട് മാത്രം പറയാനുള്ളൂ. വേറെ ഒരു സംഗതി എനിക്ക് പറയാനില്ല. എല്ലാം ഈശോ എനിക്ക് ചെയ്തു തരിക. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യവും ഈശോ ചെയ്തു തരണം. ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രവർത്തിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തു തരികയാണ്. അങ്ങനെ വെള്ളിയാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ ക്യാഷ് ഞങ്ങൾ പങ്കിട്ടെടുത്തു. അങ്ങനെ എൻ്റെ വീട്ടിൽ സമാധാനം കൈവന്നു, സ്നേഹം കൈവന്നു. മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ, ഇപ്പം എനിക്ക് 68 വയസ്സായി, എൻ്റെ ചേട്ടന് 72 വയസ്സ്. ഇനിയും ദിവസങ്ങൾ നീങ്ങാതെ എത്രയും വേഗത്തിൽ ഈ കാര്യത്തിനൊരു നടപ്പാക്കി. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ എനിക്കധികം ഡോക്ടറെ കാണിക്കാൻ പോവേണ്ട ആവശ്യം വരാറില്ല. എൻ്റെ ഈശോയുടെ തൈലം ഞാൻ യൂസ് ചെയ്യും, എന്നും അഭിഷേകം ചെയ്യും, കുരിശ് വരച്ച് അഭിഷേകം ചെയ്യും. തൈലം ഉപയോഗിച്ച് ഒരു ദിവസം കാലുമ്മ ഒരു ചെറിയൊരു വേദന വന്നു. ഞാൻ അച്ഛനെ 2 പ്രാവശ്യം ആ തറവാടിൻ്റെ ഫോട്ടോ കൊടുന്ന് കാണിച്ച് അച്ഛൻ എനിക്ക് അവിടെ കുഴിച്ചിടാനായിട്ട് ഒരു കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് അവിടെ വെതറിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എത്രയും നേരത്തെ അത് വിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത്, ഞാൻ ആദ്യം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് എൻ്റെ 2ാമത്തെ നിയോഗം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ വരാനായിട്ട് വിഷമമുള്ളവരെ എല്ലാവരും കൊണ്ടുവരണമെന്നൊരു നിയോഗം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്ന് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ 500 പേരുണ്ട്. അന്ന് തൊട്ട് 2022 ഏപ്രിൽ തൊട്ട് ഇന്ന് വരയ്ക്കും എല്ലാ മാസവും ഞാൻ
ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇന്നും 26 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏകദേശം 100 പേരായപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എന്നെ സഹായിക്കാൻ 2 പേര് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിതരായിട്ട് 2 ലീഡേഴ്സ് എനിക്ക് വന്നു. അത് കാരണം എല്ലാ ആഴ്ചയിലും 26 പേരോ അല്ലെങ്കിൽ 40 പേര് 42 പേരായിട്ട് ഈ കൃപാസനത്തിലേക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ ആളുകളെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാ മാസവും ഒരാഴ്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും. ഓർഫനേജുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ പൈസ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ 1000 മണി കൊന്ത ഞങ്ങൾ 3 ദേശങ്ങളിലായിട്ട് ചെയ്യണോ, എല്ലാ മാസവും ചെയ്ത് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി ഒരു കടലാസിലും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. എനിക്കിത് തന്നെയാണ് ജോലി. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. മെയ് മാസത്തിലെ ടോക്കാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പഴയ ടോക്കുകൾ ഇരുന്ന് കേൾക്കും. അതിൽ എനിക്ക് കൂടുതൽ അഭിഷേകം കിട്ടാറുണ്ട്. പിന്നെ 3 കെട്ട് പത്രം എല്ലാ മാസവും ഞാൻ വാങ്ങിച്ച് എല്ലാ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാ ബസ്സിലും എൻ്റെ ഇടവകയിലും എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണതിൻ്റെ 4 കൊന്ത എത്തിക്കാറുണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലാറുണ്ട്. അതെല്ലാം മാതാവ് എന്നോട് പറയുകയാണ്. കാലത്ത് 4:45 എഴുന്നേറ്റ് 5 മണി തൊട്ടിട്ട് 1 കൊന്ത ചെല്ലും. ഇതെല്ലാം മാതാവ് എന്നോട് സംസാരിക്കാറുണ്ട്. ഈ മാതാവ് പറയണത് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ കൂടി, പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതെല്ലാം എനിക്ക് കൺഫർമേഷനാണ്. ഇപ്പം അച്ഛനാണ് എൻ്റെ ഗുരു. എനിക്ക് വേറെ ആരും ഗുരുക്കളൊന്നുമില്ല. അച്ഛൻ ടോക്കിൽ പറയുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു. മാതാവ് എന്താ എന്നോട് പറഞ്ഞെങ്കിൽ ആ മിനിറ്റിന് ഞാനത് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ല. എന്തെങ്കിലും ഞാൻ ചെയ്യാത്തുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിയും കിട്ടും മാതാവിൻ്റെ നിന്ന്. അപ്പം എനിക്ക് പറയും, എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യില്ല, കറക്റ്റാക്കും. എനിക്ക് കുറച്ച് മടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, അതായത് ഇന്നത് ചെയ്യുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് ചെയ്തു തരുന്നു. ഈശോയ്ക്കും മാതാവിനും ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ എനിക്ക് ഈ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് മീനു മരിയ ജോയ്. ഞാൻ പാലാ രൂപതയിലെ സെൻറ്റ് മാത്യൂസ് ചർച്ച് പെരുന്തുരുത്ത് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇവാഞ്ചലിൻ മറിയം ബോബി. ഇതെൻ്റെ മമ്മി. ഞങ്ങൾക്ക് ഇവളെ ലഭിച്ചതിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2020 ഡിസംബർ 31 അതിനുശേഷം ഞാൻ ക്യാരിങ് ആയി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് കാണുന്നില്ല, ഹാർട്ട് ബീറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മിസ്കാരേജ് ആയിപ്പോയി. അതിനുശേഷം DNC ചെയ്തു. വീണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യാരിങ് ആയി. ചെറിയൊരു സ്പോട്ടിങ് കണ്ടതിനെ തുടർന്ന് വേഗം ഹോസ്പിറ്റലിൽ പോയി. ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയത്തിയുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്തു. സ്പോട്ടിങ് കണ്ടതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ യൂട്രസിലല്ല കാണുന്നത്, അത് ട്യൂബൽ പ്രഗ്നൻസിയാണ്, എക്ടോപിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ട്യൂബ് റപ്ചർ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് അഡ്മിറ്റാക്കി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ഒരുപാട് വിഷമിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് കീഹോൾ സർജറി ചെയ്തു. എൻ്റെ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും ഒന്ന് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഇനിയും അടുത്തത് ട്യൂബിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്തില്ല. അതിനുശേഷമാണ് എൻ്റെ മമ്മി കൃപാസനത്തെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞു. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. മമ്മിയുടെ ഉടമ്പടിയിൽ ഞാനും പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നു. അതിനുശേഷം വീണ്ടും മമ്മി എന്നോട് പറഞ്ഞു
ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ മാസമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈയിൽ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരു സ്പോട്ടിങ് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു പ്രീഷ്യസ് ബേബിയാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട, നമുക്ക് അഡ്മിറ്റാക്കി കുറച്ച് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. 3 മാസത്തേക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ആ സമയത്ത് മമ്മി പൊതിച്ചോറ് കെട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഞാനും സഹായിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ 6-ാം മാസമായപ്പോഴേക്കും ഒന്ന് ചെയറിൽ നിന്ന് വീണു. വളരെയധികം ഞങ്ങൾ പേടിച്ചു ആ സമയത്ത്. ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്, ആകെപ്പാടെ ഇനി ഒരു ട്യൂബേ ഉള്ളൂ, ദൈവമേ എന്താകുമെന്നോർത്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ 2 തവണ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മമ്മിയോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ സ്വപ്നം കണ്ടു എന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു ദൈവം ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഹോപ്പായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. എന്നും ദിവസേന തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വീണതിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്രോബ്ലംസ് ഒന്നും ഇല്ല. തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഫ്ലൂയിഡ് എനിക്ക് 8-ാം മാസം സ്കാനിങ്ങിൽ കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് തന്നെ ഒന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് കുറച്ച് ഫ്ലൂയിഡ് കയറ്റാം, എന്നിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CS ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ വളരെയധികം പേടിച്ചു. എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. തൈലം ദിവസേന ഉപയോഗിക്കുമായിരുന്നു. വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി 2025 ഞങ്ങൾക്ക് ദൈവം ഇവളെ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേര് ചേർത്തിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ഇവാഞ്ചലിൻ മറിയം ബോബി എന്ന് പേരിട്ടു. അങ്ങനെ സർജറി കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇരിക്കക്കുത്താലെ ഒന്ന് വീണ്ടും CS ആയിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും അകപ്പാടെ ടെൻഷനായി. എനിക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ പോലും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കക്കുത്താലെ വീണ സമയത്ത് എന്നെ എടുത്തോണ്ടെന്ന പോലെ ഹസ്ബൻഡും മമ്മിയും പപ്പയും കൂടി കട്ടിലിക്കൊണ്ടിൽ കിടത്തി. കാറിലൊന്നും കയറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ ആംബുലൻസ് വിളിക്കേണ്ടി വന്നു. അങ്ങനെ ആംബുലൻസിൽ കയറി കാഷ്വാലിറ്റി ചെന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചർ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനത്തെ സൺഡേ ആയിരുന്നു. അപ്പം ന്യൂറോ സർജൻ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഡോക്ടറാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അഡ്മിറ്റാക്കി. തിങ്കളാഴ്ച ന്യൂറോ സർജൻ വന്നു. സാറ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 1.5 മാസത്തെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു CS കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്തൊരു സർജറി കൂടെ എനിക്ക് താങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ബെഡ് റെസ്റ്റ് ഓപ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഹസ്ബൻഡും മമ്മിയും എൻ്റെ പപ്പയും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഡൈപ്പേഴ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയെല്ലാം. എനിക്കാണെങ്കിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആകപ്പാടെ വളരെ വിഷമിച്ചൊരവസ്ഥയായിരുന്നു അത്. ആ സമയം മമ്മി ദിവസേന എൻ്റെ നടുവിൽ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കിടപ്പായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എത്രയധികം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയധികം ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1.5 മാസത്തെ റെസ്റ്റ് പറഞ്ഞ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എണീറ്റിരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ എണീറ്റിരുന്നു. പിന്നെ പയ്യെ നടക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഓക്കെ, ഇപ്പം എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഡോക്ടർ പറഞ്ഞു ഇനി സ്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എക്സ്റേയിൽ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, റിക്കവർ ആകാനുള്ളതെല്ലാം റിക്കവർ ആയിട്ടുണ്ട്. ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം സമയത്ത് എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ട് അവസാനം അവളെ എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് ഫീഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചു. ഇപ്പം ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഇവളുടെ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ നോക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.
എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് മമ്മി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും അല്ലെങ്കിൽ വീടുകളിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായത്തിനായിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കും അതിലൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം, കൃപാസന പത്രം പറ്റുന്നത് പോലെ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. എന്നിരുന്നാലും അടുത്തുള്ള വീടുകളിലും അങ്ങനെയുള്ള അവിടെ അടുത്തൊക്കെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അങ്ങനെ കുറച്ച് തവണ പത്രം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കട്ടെ. എൻ്റെ പേര് ദീപ എലിസബത്ത് ജോൺ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ മാതാവ് ചെയ്തെന്ന വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയത്തിയാണ് ദീപ്തിയുടെ ഹസ്ബൻഡ് ജോസ്. ഞാൻ 2020 മെയ് മാസത്തിലാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യത്തെ നിയോഗത്തിൽ ഒരെണ്ണമായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണക്കാര്യം. എൻ്റെ കല്യാണം 2016 കഴിഞ്ഞതാണ്. ആ സമയം തൊട്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2020 ഓൺലൈൻ ഉടമ്പടി, അതായത് ആ സമയത്ത് എനിക്ക് കോവിഡ് മൂലം വരാൻ സാധിച്ചിരുന്നില്ല. 2022 ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ പാലിച്ചു പോന്നിരുന്നു. 2022 ഞങ്ങൾക്കൊരു ആലോചന വന്നിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതിനെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായി. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ദിവസം ഞാൻ ഉറക്കമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പച്ചനും അനിയത്തിയും മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ ഇല്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ ശക്തമായി തേടി പ്രാർത്ഥിച്ചു. കാരണം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അമ്മ ഇടപെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്കറിയില്ല അത് ദൈവത്തിൻ്റെ നിശ്ചയമാണോ, ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്തൊരു തീരുമാനം എടുക്കണം ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനൊരു വെളിപ്പെടുത്തലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളുപ്പിന് ഒരു 5 മണി സമയത്ത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ സൈഡിലായിട്ട് ആദ്യം ഞാൻ അമ്മയുടെ ഒരു ഛായാചിത്രം പോലെ കണ്ടു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതാണെന്ന്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ തോന്നലല്ല, അത് അമ്മ തന്നെ വന്നതാണ്, ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ വന്നതാണെന്ന്. അങ്ങനെ അത് ഞങ്ങൾ മുന്നോട്ട് പോകണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. അതിൻ്റെ അടുത്ത ദിവസങ്ങൾ, അതൊരു ഞായറാഴ്ചയായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ഈ ഒരു വിഷയം പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ധ്യാനത്തിന് കയറുന്ന ആ ഒരു സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുകയാണ്, ഇന്ന് നീ ഒരു കാര്യം കേൾക്കും എന്ന് ഇങ്ങനെ തോന്നി. ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് കേൾക്കാം. അന്ന് ധ്യാന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങളിൽ കുറച്ച് പേർക്ക് പേഴ്സണൽ റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ധ്യാനം കഴിഞ്ഞ ഉടനെ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുടുംബമായിട്ട് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ റിലേറ്റീവ്സൊക്കെ ചേർന്ന് 1 മാസം ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോന്നു. ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കൂടി ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പാലിച്ചു പോന്നു. അങ്ങനെ പോരുന്ന സമയത്തും ഞങ്ങൾക്ക് മുന്നോട്ടൊരു കച്ചിത്തുരുമ്പൊന്നും എവിടെയും ഇല്ലായിരുന്നു, ഒരു കാര്യങ്ങളും ശരിയായി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കും, അമ്മേ ഇവൾക്ക് വേണ്ടിയുള്ള ആളെ അമ്മ എവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണേന്ന്. അപ്പോൾ വചനത്തിലൂടെ അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കലും അമ്മ ഒരു വചനം അമ്മ എനിക്ക് കാണിച്ചു തന്നു, സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അങ്ങനെ ഒരു വചനം കാണിച്ചു തന്നു. അങ്ങനെ 2023 ആയപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വെളുപ്പിന്. അങ്ങനെ തുടങ്ങി. 2024 ഞാൻ വന്ന ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടി പുതുക്കിയതൊരു ഡിസംബർ മാസമാണ്. ആ ഉടമ്പടി പുതുക്കി 90 തികയുന്നതിന് മുൻപേ ആണ് ജോസിൻ്റെ പ്രപ്പോസൽ നമുക്ക് വരുന്നത്. അതിലൊരു വലിയൊരു ഇടപെടൽ, ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണെന്ന് നമുക്ക് അമ്മ വെളിപ്പെടുത്തി തന്നായിരുന്നു. ഇവർ വരുന്നതിന് തലേ ദിവസം ഞാൻ ഇടവ പള്ളിയിൽ ഞാൻ കുർബാനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ സക്രാരി നടുക്കല്ല, സൈഡിലാണ്. അപ്പോൾ ആ സക്രാരിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ കാണുകയാണ്, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, ഒരു വധുവും വരനും കൂടി
അതായത് ക്രിസ്ത്യൻ ബ്രൈഡും ഗ്രൂമും ഒരു വെള്ള സാരിയും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നടന്ന് കയറുന്ന, മുഖമൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഇങ്ങനെ നടന്ന് കയറുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടത്. പക്ഷെ അന്ന് പക്ഷേ ഇവർ വരുന്നതിനെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞ് ഈ പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾക്കൊരു അടയാളം തരണം, അമ്മ ഇത് സ്ഥിരീകരിച്ച് തരണം, ഇത് അമ്മ കൊണ്ടുതന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന്. അപ്പോൾ അമ്മ ഞങ്ങൾക്കൊരു വചനഭാഗം തന്നു. അതായത് സാമുവേലിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ സാവൂൾ വരുമ്പോൾ സാമുവേലിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ തലേ ദിവസം വന്ന ആളാണ്, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വചനഭാഗം ഞങ്ങൾക്ക് തന്ന്, ഇതാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം, ഇതാണ് ദൈവം അനാദികാലം മുതലേ അവൾക്കായിട്ട് നിശ്ചയിച്ചിരുന്ന തുണ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഒക്ടോബർ 20-ാം തീയതി മനസ്സമ്മതവും നവംബർ 1-ാം തീയതി കല്യാണവും കഴിഞ്ഞു. എല്ലാവരും ഞങ്ങൾ പ്രായം കടന്നു പോകും തോറും 50 കൊല്ലമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. പ്രായം കടന്നു തോറും ഓരോരുത്തരും ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ അങ്ങനെ കാത്തലിക്കായിട്ട് നോക്കണ്ട, നിങ്ങൾ പുറത്ത് നോക്ക്, എന്തിനാ ഇത്രയും കണ്ടീഷൻസൊക്കെ വെക്കുന്നത്. പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളൊരു കത്തോലിക്ക കുടുംബത്തിൽ പോകണം എന്ന്. അതുപോലെ ദൈവം നല്ലൊരു കുടുംബത്തിലേക്കാണ് എൻ്റെ അനിയത്തി അയച്ചത്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യമാണ്. അവൻ 2022 മെയ്യിലാണ് ഉണ്ടായത്. ഉണ്ടായ ഉടനെ അവന് കുറച്ച് ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവൻ NICUലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് 3-ാം മാസം തൊട്ട് അവന് അടിക്കടി പനിയും ചുമയും വരും. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അവന് ഒരു വീസിങ് പോലെ അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡ്രോപ്സ് കൊടുത്ത് ബ്രീത്തിങ് ഈസി ആക്കി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ 2 മാസം കൂടുമ്പോഴായിരുന്നു. പിന്നെ 3 വയസ്സായപ്പോൾ എല്ലാ സെക്കൻഡ് വീക്കും വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രോപ്സ് കൊടുക്കുന്നതും ഇതൊക്കെ ഇതിന് കാരണം മുന്നോട്ട് പോകും തോറും ഇത് പിന്നെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ടായിരുന്നു, അർച്ച വസ്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിന് മേലെയായി. അവൻ അത് കഴിഞ്ഞും പനിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് ആ സ്പെഷ്യൽ മരുന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ കാര്യം ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ 30 കൊല്ലത്തിലേറെ ആയിട്ട് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയായിരുന്നു. അത് കൊല്ലങ്ങളായിട്ട് അവിടെ കടയാണ്. ആദ്യം ഒരു പലചരക്ക് കടയായിരുന്നു. പിന്നെ കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് അവിടെ ഒരു സ്കൂട്ടർ റിപ്പയറിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിലെ റോഡ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഈ സ്കൂട്ടറൊക്കെ വെച്ച് അവിടെ എപ്പോഴും ബ്ലോക്കാണ്. തന്നെയല്ല രാത്രി 12 മണി 1 മണി വരെയൊക്കെയാണ് റിപ്പയർ. അപ്പോൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അപ്പച്ചന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പച്ചൻ്റെ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളാണ്, നേരത്തെ കിടക്കുന്ന അങ്ങനെ ഒരു ശീലമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 2024 ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ആ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്ന് പുണ്യാളുടെ പെരുന്നാളാണ്, അപ്പോൾ നിങ്ങൾക്ക് സ്ഥല സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക, ഈശോ ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് എനിക്കൊന്ന് 5:30 ആയപ്പം ഈ സ്ഥലത്തിൻ്റെ ഉടമ എൻ്റെ അപ്പച്ചനെ വിളിച്ചു, ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിന് മുൻപ് ഈ ഒരു വിഷയം ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തു പ്രത്യേകമായിട്ട് ആയ ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അമ്മ ഒരു സൊല്യൂഷൻ തന്നു. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇപ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിൽ വളരെ സമാധാനപരമായിട്ട് പോകുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ യൂറോപ്പിലാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്റഗിസം ശുശ്രൂഷകളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ രോഗികളെ സഹായിക്കാറുണ്ട്, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ചെൻ്റെ ആദ്യ കുർബാന ആ സമയത്തെ ആ ഒരു ചൈതന്യത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത് ഉടമ്പടി മൂലമാണ്. ആടിക്കടിയുള്ള കുമ്പസാരം, കൂദാശകളിലെ പങ്കെടുപ്പ്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ദിവസേന ദിവ്യബലിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവിടുത്തെ അച്ഛന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ദിവ്യബലിക്ക് പോകാനും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ദിവ്യബലി മുടങ്ങാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിന്ധു, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയായിരുന്നു. ആദ്യത്തെ സാക്ഷ്യം ഞാൻ 2025 ജനുവരിയിൽ പറഞ്ഞിട്ടാണ് പോയത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ അവർ തന്നെ വിവരിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ 2021 എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റ് 4 വർഷമായി ഒന്നും വിധിയാകാതെ കിടപ്പിലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മെഴുകുതിരിയിൽ 7 എന്നൊരു അടയാളം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ 7-ാം മാസത്തിൽ എനിക്ക് അവിടെ നിന്നും വക്കീൽ വിളിക്കുകയുണ്ടായി, ഇങ്ങനെ എൻ്റെ കേസ് വിധിയായിരുന്നു. അതിനു മുമ്പിട്ട് ഈ കേസ് ഫെബ്രുവരിയിൽ വിധിയായ കേസായിരുന്നു. പക്ഷേ ആ വക്കീൽ എന്നെ അറിയിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ മെഴുകുതിരിയിലും എനിക്ക് അച്ഛൻ ഒരു ധ്യാനത്തിലും മുന്നേ പറഞ്ഞിരുന്നു, ജൂണിലൊരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു, വിധിയാകാതെ കിടക്കുന്ന കേസുകളെല്ലാം ഈ മാസം വിധിയാകുന്നുണ്ടെന്ന്. അപ്പം ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ മാസത്തിൽ തന്നെയാണ്, 7-ാം മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് അച്ഛൻ്റെ ആ ധ്യാനത്തിൽ ആ വാക്കുകൾ പറഞ്ഞിരുന്നത്. ആ മാസത്തിൽ തന്നെയാണ് ആ വക്കീൽ എന്നെ വിളിച്ചു പറയുന്നത്, സിന്ധുവിൻ്റെ കേസെല്ലാം വിധിയായിട്ടുണ്ട്, ഈ മാസം 29-ാം തീയതിക്ക് മുന്നേ കയറി വരണം, എല്ലാം റെഡിയായി കിടക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഖത്തറിലായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി ഞാൻ ഓൺലൈനിലായിരുന്നു എടുത്തിരുന്നത്, ബാക്കി പുതുക്കലൊക്കെ. പിന്നെ ഇവിടെ വന്ന് പുതുക്കി, രണ്ടാമത്തെ പുതുക്കൽ ഇവിടെ വന്ന് പുതുക്കി. അച്ഛനെ കണ്ടു, പേപ്പറെല്ലാം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, വക്കീലിൻ്റെ അടുത്ത് ചെന്നു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ വക്കീൽ ചെറിയ ചൂടുകാരനായിരുന്നു, ഒരു ഇതായിരുന്നു, റഷായിട്ട് സംസാരിക്കുന്ന വക്കീലായിരുന്നു. പക്ഷേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വക്കീൽ സൗമ്യമായി എന്നോട് പെരുമാറിയതൊക്കെ. അപ്പോൾ തന്നെ പറഞ്ഞു, സിന്ധുവിൻ്റെ പൈസ 10 ദിവസത്തേക്കാവും സിന്ധുവിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ തന്നെ 10 ദിവസം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ കേസിൻ്റെ വിധി സ്ഥാപിച്ചു, പൈസ അക്കൗണ്ടിൽ വരികയും ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഒന്നാമത്തെ സാക്ഷ്യത്തിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന സമയത്ത്, ഓഗസ്റ്റിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത്, സെപ്റ്റംബറിൽ ഞങ്ങൾ ഖത്തറിലേക്ക് പോകുന്ന വഴിയിൽ, ഞാനും എൻ്റെ മക്കളും കൂടെ പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ചിട്ട് എൻ്റെ ഒരു മോളുടെ പേഴ്സും ഐഡിയും നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു, ഇമിഗ്രേഷന് നിൽക്കുമ്പോഴാണ് ID ചോദിക്കുമ്പോൾ മോളുടെ പേഴ്സ് കാണുന്നില്ല. അപ്പം എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് തിട്ടമില്ല. പിന്നെ ട്രെയിനിലാണോ പോയത്, ഓട്ടോയിലാണോ പോയതെന്ന് വ്യക്തമല്ലായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന്, എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഉടമ്പടി എടുത്ത മാതാവിൻ്റെ കാശ്-രൂപമുണ്ട്. അപ്പം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു പോകാൻ പറ്റില്ല, ഒരു മോക്കും അമ്മയ്ക്കേ പോകാൻ പറ്റൂ, ഒരു മോളുടെ ID ഇല്ലാത്തതുകൊണ്ട് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ തിരിച്ചു പറഞ്ഞ് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ മാതാവിനെ വിശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളെ ഇവിടെ നിന്നും കയറ്റി വിടണം, ഒരു പ്രശ്നവും കൂടാതെ ഈ ID ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഞങ്ങളെ ഇവിടുന്ന് കയറ്റിവിടുകയും ചെയ്യണമെന്ന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഒരു ഓഫീസർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കയറി വാ, ഇവിടുന്ന് നിങ്ങളെ കയറ്റി വിടാം, പക്ഷേ നിങ്ങൾക്ക് ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല, ഖത്തറിൽ നിങ്ങൾക്ക് ഈ ID കാണിക്കാതെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം, എൻ്റെ മാതാവ് ഇടപെട്ട കാര്യമല്ലേ, എന്തായാലും ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ടെങ്കിൽ മാതാവ് തന്നെ എന്നെ ഖത്തറിൽ ഇറക്കി വിടും, എനിക്കത് വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ സാറേ, ഞങ്ങളെ ഇവിടുന്ന് കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് സാറ് തന്നെ പേപ്പറെല്ലാം ശരിയാക്കി ഞങ്ങൾ കയറാനായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെ തന്നെ വിളിച്ച്, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സ് ട്രെയിനകത്ത്, അപ്പം കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനായിരുന്നു, ട്രെയിനിൻ്റെ മുകളിലത്തെ ബർത്തിൽ കിടപ്പുണ്ടായിരുന്നു ആ പേഴ്സ്. ആ TTR എടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും നമുക്കത് നമ്മുടെ കൈ കിട്ടാൻ വഴിയില്ലല്ലോ ആ സമയത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ ബാത്റൂമിൽ, നമ്മുടെ എയർപോർട്ടിൽ ബാത്റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ, ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങളെ ഖത്തറിൽ ഇറക്കി തരണം. സൂക്ഷം പോലെ ഞങ്ങൾ ഖത്തറിൽ ചെന്നു. എമിഗ്രേഷൻ സമയത്ത് അവിടെ ഇരിക്കുന്നത് ഖത്തറിലെ ഖത്തറികളാണ് ഓഫീസറായിട്ടിരിക്കുന്നത്. ഒരു വെളുപ്പാങ്കാല സമയമാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുമ്പിലുള്ളവരുടെ വരെ ID മേടിച്ച് ID നോക്കി അവർ പാസ്പോർട്ട് പതിച്ച് വിടത്തുള്ളൂ, ID ഇല്ലാതെ വിടുകയില്ല. അങ്ങനെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മോൾ അവിടെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളെ 3 പേരുടെയും പാസ്പോർട്ട് പതിച്ച് ഞങ്ങളെ ഇറക്കി വിട്ടു, ID ചോദിച്ചില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അമ്മ മാതാവ് അവിടെ ഇടപെട്ടു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു.
കാരണം ID ഇല്ലാതെ എന്തായാലും ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല. അവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, അവിടെ ഖത്തറിൽ പോകാൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്കൊരു ഒരുപാട് എൻ്റെ ആദ്യത്തെ സാക്ഷിയൊക്കെ ഞാൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എനിക്കൊരു വലിയ രോഗസൗഖ്യമൊക്കെ തന്നതാണ് മാതാവ്. അപ്പോൾ എനിക്കും ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടി. പിന്നീട് എൻ്റെ മക്കൾക്ക് 2-3 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ ഇവിടെ വിവരിക്കുന്നതാണ്. എൻ്റെ മൂത്ത മകൾ ലക്ഷ്മിപ്രിയ. ഈ മകളുടെ കാര്യം ആ മകൾ തന്നെ പറയും. അമ്മ മാതാവിനും കർത്താവ് യേശു ക്രിസ്തുവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലക്ഷ്മിപ്രിയ. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം 1 ഇയർ ബാക്ക് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തത്. ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഉടമ്പടി ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നിയോഗങ്ങളൊന്നും വെക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ ഇത് നടക്കണം എന്ന് പറഞ്ഞൊന്നും ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു 6 നിയോഗം നിനക്ക് എഴുതാം, 6 കാര്യങ്ങൾ എഴുതാം, ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നോക്കിയപ്പം 6 നിയോഗങ്ങൾ എഴുതണം. പക്ഷേ 6 കാര്യങ്ങൾ എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ കാര്യം എഴുതാൻ നിന്നാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാൻ നിന്നാൽ ചിലപ്പോൾ കർത്താവ് വരെ ഞെട്ടിപ്പോകും. അത്രയും വലിയ ലിസ്റ്റായിരിക്കും. അപ്പോൾ അത് ഇത്രയും കൂടെ അതിനകത്ത് എഴുതാനും പറ്റത്തില്ല. 6 എണ്ണം എന്ന് പറഞ്ഞാൽ 60,000 എണ്ണത്തിന് മേളിൽ കാണും. അവിടെ ഞാനൊന്നും എഴുതിയില്ല. ഞാൻ അമ്മയുടെ രോഗസൗഖ്യം എഴുതി. അത് അമ്മ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അമ്മ അത് പറഞ്ഞു, സാക്ഷ്യം വന്ന് പറഞ്ഞു ആ സൗഖ്യം കിട്ടിയ കാര്യം. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിലാവുന്നതിന് മുമ്പ് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ചതൊക്കെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് കൊന്ത പഠിക്കാൻ അറിയാം, ബൈബിൾ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന അറിയാം. കർത്താവിനെ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിരുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് ഞാൻ കർത്താവിനെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ അന്ന് ടൈം തൊട്ടേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവിനെ ഇങ്ങനെ കുരിശിലൊക്കെ തറച്ച് വെച്ചേക്കുന്ന കാണുമ്പം ഒരു വിഷമമായിരുന്നു കാണുമ്പോൾ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ അന്ന് നമുക്ക് ഏറ്റവും വലിയ വേദന സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് അടി കിട്ടുമ്പോൾ ആ വേദന കിട്ടുമ്പോൾ ഞാൻ പറയാം കർത്താവിൻ്റെ കയ്യിലാണ് ഏറ്റി, അത്രയും വേദനയൊന്നുമില്ലല്ലോ, അപ്പോൾ സഹിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക്. കർത്താവിൽ അത്രയും ഒരു സ്നേഹമാണോ എനിക്കറിയില്ല, ഒരു അപ്പനെ പോലായിരുന്നു എനിക്കിപ്പോൾ തോന്നാറുള്ളത്. അപ്പോൾ ഇതിൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ കൂടുതൽ അടുക്കാനും കൂടുതൽ അറിയാനും തുടങ്ങിയത്. പിന്നീട് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടുന്ന് ഡയറക്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് നടക്കുകയും ചെയ്തു. അതെനിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു, അതും നടന്നു. അപ്പം ഞാൻ അവിടെ ഒരു മലയാളി മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് അസോസിയേറ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുത്തതല്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് കണ്ടപ്പം ലിങ്ക്ഡിൻ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല, കാരണം കിട്ടത്തില്ല. അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല, അതിനുള്ള ഒരു മെറിറ്റും എനിക്കില്ല. അപ്പോൾ അത് കിട്ടത്തില്ലെന്നുള്ളൊരു വിചാരത്തിൽ ചുമ്മാ കൊടുത്തിടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു, ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. അതും ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ കുഴപ്പമില്ല, പോയി അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, ഫോൺ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് സെലക്ഷൻ ആയതിന് ശേഷം ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കണക്ക് ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഇമാദി അൽ-അഹ്ലി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഇൻ്റർവ്യൂ എന്ന് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യുക, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ എന്തായാലും പോവുകയാണ്, എൻ്റെ കൂടെ വന്നേക്കണേന്ന് പറഞ്ഞു. കിട്ടിയാൽ ലക്ക്, കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, എന്നാ നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് കയറി. ആദ്യത്തെ 2 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി. അവരൊന്നും പറഞ്ഞില്ല, പൊക്കോ, പിന്നെ അവരറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ തൊട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതലും ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാനമൊക്കെ കേൾക്കുന്നത് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ടൈമിലായിരിക്കും. ഹെഡ്സെറ്റ് വെച്ച് അവിടെ ഇരുന്ന് കേൾക്കത്തേ ഉള്ളൂ, കേട്ട് പ്രാർത്ഥിക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ധ്യാനം കൂടി കഴിയുന്ന സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും അപ്ഡേറ്റ്സ് കിട്ടാറുള്ളത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് സെലക്ഷൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയത് ചൊവ്വാഴ്ചയാണ്. എല്ലാം കറക്റ്റ് ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാതാവ് തരുന്നൊരു മുന്നറിയിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക്, അതായത് അവിടെ സെലക്ഷനായി, അവിടെ ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സെലക്ഷനായി എന്ന് ഉറപ്പായപ്പം അത് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് 80% ആയിരുന്നു എൻ്റെ ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ 80% ഗ്രേഡിലൊക്കെ അവരെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് കാരണം തന്നെ
അവിടെ ഞാനെന്നെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വട്ടവും ഇൻ്റർവ്യൂവിന് ചെന്നതും ഇരുന്നതും എല്ലാം ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ HR വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി സെലക്ട് ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഇനി ബാക്കി ജോയിനിങ്ങിൻ്റെ കാര്യങ്ങൾ, വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പം വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവർക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിക്കാർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ലക്ഷ്മി റിസിഗ്നേഷൻ റീകോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിസ ക്യാൻസൽ ചെയ്യും, വിസ ക്യാൻസൽ ചെയ്ത് നിന്നെ നാട്ടിൽ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പിന്നെ ഖത്തറിലോട്ട് പോകാൻ, കാരണം വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ ഹിന്ദുസിന് പ്രത്യേകിച്ചും തീരെ വിസ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ അമ്മ അനിയത്തി അവിടെ ഖത്തറിലും, എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കേണ്ടിയും വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കി അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ മുമ്പിൽ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിസ അല്ലാതെ റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളൊരു പ്രഷർ എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുണ്ട്. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. അത് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ മാതാവിനോട് വന്ന് പറയാറുണ്ടായിരുന്നു, ഇതിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ, റെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണോ അതോ ഇങ്ങനെ തന്നെ പോകണോ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, അതങ്ങനെ വിട്ടേക്കാൻ. ഞാൻ തന്നെ പറഞ്ഞു, ഓക്കെ എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം നീ ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ തീരുമാനം അതായിരിക്കും, നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് വേറെ കണ്ടുപിടിക്കണം എന്നായിരിക്കും. അപ്പോൾ അതങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. അതല്ല ഇനി ഇത് കിട്ടാനാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന്. കറക്റ്റ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അതിന് മുമ്പ് കൊടുത്ത എൻ്റെ സാറ് 12 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന സാറാണ്. പുള്ളി റെസിഗ്നേഷൻ കൊടുത്ത ആളുടെ വിസ ക്യാൻസൽ ചെയ്ത് ഇവർ നാട്ടിൽ വിട്ട്. അപ്പോൾ കുറച്ച് ടെൻഷനായി. എന്നാലും ഞാൻ വിചാരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഞാൻ റെസിഗ്നേഷൻ റീകോൾ ചെയ്യില്ല. ഞാൻ ലേബറിൽ എന്തായാലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ശേഷം എൻ്റെ കൂടെ തന്നെ പിന്നെ റെസിഗ്നേഷൻ കൊടുത്ത 2-3 പേരുണ്ടായിരുന്നു. അവർ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെയും വിസ ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ കമ്പനി വിട്ടത്. അവർ നോർമലി അങ്ങനെ ചെയ്യുന്നത്, വിസ ക്യാൻസൽ ചെയ്ത് വിടുകയേ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ലേബർ ഇടപെട്ടു. അതായത് എനിക്ക് അപ്രൂവായി, എൻ്റെ വിസ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചായി. അതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ലേബറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഓൾറെഡി 2 വട്ടം റിജക്റ്റ് ആയ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ലേബർ ത്രൂ മറ്റേ ഹോസ്പിറ്റലിലേക്ക് അപ്രൂവായി. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് പോലും അറിഞ്ഞിട്ടില്ല. കാരണം നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇവർ റിജക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ അവർക്കും വന്നില്ല, എനിക്കും വന്നില്ല. ഞാനും അറിഞ്ഞില്ല കേട്ടോ, എനിക്കത് അപ്രൂവ് ആയെന്നോ വിസ ചേഞ്ച് ആയെന്നോ എനിക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള കാര്യമൊന്നും ഞാനും ആദ്യം കുറേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ചുമ്മാ നീ മെത്രാഷിലൊന്ന് നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെത്രാഷ് ഓപ്പൺ ആക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ വിസ ഓൾറെഡി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു, ചേഞ്ച് ആയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്നു, ഇവരുടെ അടുത്ത് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓക്കെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇനി എൻ്റെ കമ്പനിക്ക് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാനും ഒക്കത്തില്ല. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മിറാക്കിൾ തന്നെയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, ഇതെന്താ ചെയ്തേ, ഇനി ലേബറിൽ അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ, എങ്ങനെ ഇത് ചെയ്തേന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദൈവം ഇടപെട്ട്, ദൈവമാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്തോന്ന് വെച്ചാൽ ചെയ്തു തന്നത്. കാരണം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത് മാറി എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു ചേഞ്ച്, അത് അവിടുത്തെ ഒരു ജോലി, അതെനിക്ക് ദൈവം തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ് ആ ജോലി. അതിനുശേഷം പിന്നെ എൻ്റെ ഹോസ്പിറ്റലുകാരാണെങ്കിൽ പോലും അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സെറ്റിൽമെൻറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം എനിക്ക് തന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എനിക്ക് ഗിഫ്റ്റ് വരെ തന്നിട്ട് എന്നെ അവരവിടെ നിന്ന് വിട്ടത്. അത്രയും സ്നേഹത്തോടെ അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ അതൊരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം എന്ന് വെച്ചാൽ, അവളുടെ ഹസ്ബൻഡിന് നാട്ടിലൊരു വസ്തു റിലേറ്റഡായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ എന്തോ ഒരു സീനുണ്ടായി. പുള്ളിയുടെ ഹസ്ബൻഡിനെ ഒരു രണ്ടാഴ്ചയായിട്ട് കാണാനുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് അവളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് കണക്ക് എൻ്റെ ഹസ്ബൻഡിനെ 2 ആഴ്ചയായിട്ട് കാണാനില്ല ലക്ഷ്മി, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇവളുടെ അടുത്ത്, അവൾ ക്രിസ്ത്യാനിയാണ്, അപ്പം ഞാൻ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നിൻ്റെ ഹസ്ബൻഡിനെ നിനക്ക് പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും ഫലം നീ പ്രാർത്ഥിച്ചല്ല, നീ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇരുന്ന് അന്നത്തെ ദിവസം പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു. 33 വട്ടം ഞങ്ങളത് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു വിവരം പുള്ളിയെക്കുറിച്ച് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യം വിശ്വസിച്ചില്ല, പറഞ്ഞ് 2 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല, പോലീസുകാർ തിരയാവുന്നിടത്തെല്ലാം തിരഞ്ഞു, ഇനി ഇപ്പം ഈ ഒരു ദിവസം കൊണ്ട് എന്നെ അറിയാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് പ്രാർത്ഥിക്കാം,
നടക്കുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് നാണം കെടുത്തരുത്, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, അവരുടെ മുമ്പ് ഇനി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എന്നിട്ട് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നാണക്കേടാവുമല്ലോ. ഞാൻ പറഞ്ഞു നാണം കെടത്തില്ല, ഒന്ന് ഇടപെട്ടേക്കണമെന്ന് പറഞ്ഞ്. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ സൈന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്, പുള്ളിയെ ഒരു വിവരം കിട്ടുമെന്ന് നീ എന്നോട് പറഞ്ഞു, പക്ഷേ വിവരമല്ല, ആളെ തന്നെ കിട്ടി, ആളിപ്പോൾ വീട്ടിൽ വന്ന് പോലീസുകാർ വീട്ടിൽ കൊണ്ടുവിട്ട് ആൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം സേഫായിട്ട് കിട്ടിയെന്ന്. അതൊരു വലിയ സാക്ഷ്യമാണ്. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് അവരിവിടെ ഒന്ന് സാക്ഷ്യം പറയും. അവരിപ്പം ദുബായിലാണുള്ളത്, അപ്പോൾ അത് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. അപ്പം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലും ഈ പ്രെയറിലേക്ക് അടുത്തതിന് ശേഷം എനിക്ക് വലിയ വലിയ കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ ടെൻഷനില്ല. അതെന്താണെന്ന് വെച്ചാൽ ദൈവം നടത്തിക്കോളൂ എന്നുള്ള രീതിയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്കുണ്ട് കേട്ടോ. ഇപ്പം ജോലിക്ക് വന്ന സമയത്ത് ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതല്ലാതെ എൻ്റെ ലൈഫിൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധേടേ അല്ല. കാരണം അത് ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇന്ന് ഞാൻ കാരണം ഒരാളും വേദനിക്കാൻ ഇടവരുത്തരുത്, എന്നെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തിരിച്ച് ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതും ഇന്നത്തെ ദിവസം ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ, പിന്നീട് ഒരിക്കലും അത് ഞാൻ ചെയ്യാൻ ഇടവരുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് തരണേ. പക്ഷേ ഞാൻ ആഗ്രഹങ്ങളൊക്കെ പറയും കേട്ടോ, എനിക്കിതെൻ്റെ ആഗ്രഹമാണ്, ഇത് നടത്തിത്തരാൻ പറ്റുമെങ്കിൽ തായോ, ഇല്ലെങ്കിൽ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. എന്നാലും അമ്മയടുത്ത് ഞാൻ എങ്ങനെയാണെന്നോ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ നോർമലി ഇപ്പം ഞാൻ എൻ്റെ കുമാരി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണേ, അമ്മയടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തായാലും അപ്പയടുത്തായാലും പറയുന്നത് ഇന്നതാണ്, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ നടന്ന്, അപ്പോൾ ഈ നടന്നതിനകത്ത് ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നാളെ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര നോർമലായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയെക്കാട്ടി ഉപരി ആ ഒരു ബന്ധത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് മാതാവിൻ്റെ സാന്നിധ്യം അറിയെങ്കിൽ നമ്മൾ മഴവില്ല് കാണും, അല്ലെങ്കിൽ മുല്ലപ്പൂൻ്റെ മണം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് ഞാനിങ്ങനെ ധ്യാനം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ്, എന്നാലും എൻ്റെ അച്ഛാ ഈ ഖത്തറിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാ, ഇപ്പം ഇനിയിപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും, മഴവില്ല് കാണണമെങ്കിൽ മഴ പോലും പെയ്യാത്ത നാട്ടിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാന്ന് ഇങ്ങനെ ചിന്തിച്ച്. അങ്ങനെ പറഞ്ഞ് അന്ന് പോയി. പിറ്റേ ദിവസം കറക്റ്റായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആ വിബ്ജിയോർ കറക്റ്റായിട്ട് ആ കളേഴ്സ് ഫുള്ളായിട്ട് ഞാൻ അവിടെ കണ്ട്, ആ കളർ ഞാൻ മഴവിൽ കണ്ടിട്ടാണ് അന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത്, അതും ഹോസ്പിറ്റലിനകത്ത്. അപ്പം മാതാവ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് ആകാശത്ത് മഴവിൽ കാണേണ്ടി വന്നില്ല. പിന്നെ അന്ന് തൊട്ട് ഇന്ന് ഇവിടെ ഞാൻ വരുന്നത് വരെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എങ്ങനെ പോയാലും ആ ഖത്തറിൽ എവിടെയെങ്കിലും ഞാൻ മഴവിൽ കാണാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറയും ദൈവം എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ മഴവിൽ കാണാറുണ്ട്. അത് എവിടെയെങ്കിലും എനിക്കത് ഒരു റിഫ്ലക്ഷൻ പോലെ കാണിച്ചു തരാറുണ്ട്. അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ലൂക്കയുടെ 18-27 ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് കയറുമ്പോഴായാലും അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ അനുഭവങ്ങൾ. കൂടുതലും ദൈവത്തെ അടുത്തറിയാൻ നോക്കുക, അല്ലാതെ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ പ്രാർത്ഥിക്കാതിരിക്കുക. കൂടുതലും കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയരുതെന്ന് പറയത്തില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ എന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ അവിടെ ഖത്തറിൽ തന്നെ ഒരു ക്യാൻസർ സെൻറ്ററിൽ പൈസ കൊടുക്കാറുണ്ട്. എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കാശ് കൊടുക്കാറുണ്ട്. അത് അവിടുത്തെ നമുക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓൺലൈൻ വഴി പൈസ കൊടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യാറുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു കൊച്ചിനെ ദത്തെടുത്ത് പഠിപ്പിക്കണമെന്ന്. അതും മാതാവ് സഹായിച്ചാൽ ഉടനെ തന്നെ ചെയ്യും. ഇതെൻ്റെ ഇളയ മകൾ ഐശ്വര്യ. ഈ മകൾക്ക് കിട്ടിയ സാക്ഷ്യം ആ മകൾ തന്നെ. ആദ്യം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ, ഞാനും ഖത്തറിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ ഖത്തറിൽ പോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 1 വർഷം ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻ്റാണ്. പക്ഷേ ഞാൻ ആ ഫീൽഡിലല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു റേഡിയോളജി അൾട്രാസൗണ്ടിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പഠിച്ച ഫീൽഡല്ല ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയുടെ കൂടെ, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് അമ്മയുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞ കണക്ക് ഞാനും ചേച്ചിയും ഒരുമിച്ചായിരുന്നു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ മെഴുകുതിരി അന്ന് തൊട്ടേ ഈശോപ്പായാലും അമ്മ മാതാവിലും മെഴുകുതിരി കത്തിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ പ്രാർത്ഥനയൊക്കെ അറിയാമായിരുന്നു. അപ്പം അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും ചേച്ചി ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലായിരുന്നു, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു.
അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം, അപ്പോൾ 2-3 മാസമായി എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ടാണ് പറഞ്ഞു, അമ്മ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുക. എനിക്കിങ്ങനെ തോന്നി, എന്തോ എടുക്കാൻ തോന്നി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. അമ്മ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല, ഞാനായിട്ട് തോന്നി. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്തോ നിയോഗം എന്താ വെക്കണ്ടേന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടുത്തെ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി വേണം എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല, കാരണം ഖത്തറ ഇപ്പോൾ കൂടുതലും ഖത്തറീസിനാണ് മിലിറ്ററി അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ജോലി കിട്ടുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാ എഴുതി. എനിക്കറിയാം എന്തായാലും എൻ്റെ ചേച്ചി ഞങ്ങളെക്കാട്ടി മുമ്പ് 1 വർഷം മുമ്പേ പോയതാണ്. പിന്നെ അവിടെ കുറേ പേരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർക്ക് ആർക്കും അവിടെ നിന്നൊരു കോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോയ എനിക്കെങ്ങനെ കിട്ടാനാ? അപ്പം ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹമില്ല, ചുമ്മാ എഴുതി, മാതാവേ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി, ചുമ്മാ എഴുതി വെച്ചതാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ നിയോഗം എഴുതി തീർന്ന ഉടനെ എനിക്കൊരു കോള് വന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അവരെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നത്, ഞാൻ എന്തൊക്കെയോ പറയുന്നു തിരിച്ച്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തോ പറഞ്ഞ്, പക്ഷേ അത് ഇൻ്റർവ്യൂ ആണെന്നുള്ള എന്തോ മനസ്സിലായി. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, കാരണം എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എവിടുന്നാ വിളിച്ചതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയത്ത് ജോലി നോക്കിക്കൊണ്ട് കിടക്കുക, കാരണം എനിക്ക് ജോലിയില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ പോയപ്പം എനിക്ക് ഇത് കണക്ക് വീണ്ടും ആ നമ്പറിൽ നിന്ന് കോള് വന്നു. അപ്പോൾ കോള് വന്നപ്പോൾ അവർ പറഞ്ഞ് ഐശ്വര്യ ഫോൺ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഇങ്ങനെ മിലിറ്ററി ഹോസ്പിറ്റലിനാന്ന് പറഞ്ഞ്. എനിക്കപ്പം തോന്നി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം, മിലിറ്ററി എന്നെ വിളിക്കാനോ, മിലിറ്ററിന്ന് വിളിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ ഞാനിങ്ങനെ നിയോഗത്തിലും ചുമ്മാ മിലിറ്ററിന്ന് എഴുതി വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല എന്നെ വിളിക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും അമ്മ, വേറെ എവിടുന്നോ വിളിച്ച് മെയിൽ വരട്ടെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്. മെയിൽ വന്നപ്പോൾ സൂക്ഷം പോലെ മിലിറ്ററിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ച്. എനിക്കറിയത്തില്ല, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. കാരണം അമ്മ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ചുമ്മാ എഴുതി വെച്ചത് അത്. അപ്പം ഒരു കോള്, ഇന്നേ വരെ ഇത്രയും നാൾ അവിടെ നിന്നിട്ട് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, ഒരു കോള്, ഇൻ്റർവ്യൂവിനായാലും ഒരു കോള് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി, ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്ത് നിയോഗം സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത് കിട്ടിയത് എനിക്ക് ഉറപ്പാണ്. ഞാൻ എഴുതി വെച്ച അന്നേ ദിവസം ഇത് ഇത്രയും നടക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷേ പിന്നൊന്നും എനിക്ക് വന്നില്ല. പക്ഷേ ഞാനത് അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു, കാരണം അത് അമ്മയായിട്ട് തന്ന കോള. ചിലപ്പോൾ എനിക്ക് അതിലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കും, എനിക്കറിയത്തില്ല. അതെന്തായാലും ഞാൻ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത്, അത് കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിൽ അത് അമ്മയുടെ ഹിതം എന്താണ് അതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ച്. പിന്നെ എനിക്ക് ജോലിയൊന്നും ആയില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഫെബ്രുവരി 27, 2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ അക്കൗണ്ടൻ്റാണ്, പക്ഷേ എൻ്റെ ഫീൽഡിൽ ഇന്നേ വരെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 1.5 വർഷമായി ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട്. ഇന്നേ വരെ ഞാൻ റേഡിയോളജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അക്കൗണ്ടൻ്റാണ്, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും ചെയ്യാതിരുന്ന. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പഠിച്ച കാര്യം, ഞാൻ എന്തോ ചെയ്യുന്നു, അപ്പോൾ പഠിച്ച ഫീൽഡെല്ലാം വിട്ടു പോവുകയാണല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിപ്പോയി. ഞാൻ പഠിച്ച ഫീൽഡിൽ ഇപ്പം ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. അതിനെനിക്ക് എൻ്റെ അമ്മ മാധവനോട് യേശോപ്പയോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം അമ്മയുടെ അപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് തന്നെ ഒരു ജോലി കിട്ടിയത്. അതിനെനിക്ക് അമ്മയുടെ അപ്പനോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 5-6 മാസം ഇങ്ങനെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് PCOD കൂടുതലാണെന്നാണ് പറഞ്ഞ്, മരുന്ന് എടുക്കണമെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാനപ്പോൾ ആ സമയത്ത് അമ്മയുടെ അസുഖം വന്ന്, അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ട് വന്ന്, അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, പൊടി നീ അത് കൊണ്ട് കാണിക്കണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം PCOD ഇങ്ങനെ. അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അപ്പം തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഈ ഒരു മാസം നവംബർ ടൈമാണ്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഒരു മാസം ഞാൻ എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോടും പോയി പറഞ്ഞ്, മാതാവേ എനിക്ക് ഈ ഒരു മാസം, ഈ നവംബർ മാസം തീരുന്നതിന് മുമ്പ് എനിക്ക് പീരീഡ്സ് ആക്കി തരണേ. എനിക്ക് പോയി മരുന്ന് മേടിച്ച് കഴിക്കാനൊന്നും വയ്യ. ഇനി PCOD മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പോയി കഴിക്കാനൊന്നും വയ്യ. എനിക്ക് ഈ മാസത്തിൽ തന്നെ പീരീഡ്സ് ആക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് വയറ്റി കുരിശ് വരയ്ക്കുമായിരുന്നു.
അങ്ങനെ നവംബർ 30 ആ മാസം തീരാറായി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞ്, പൊടി നീ പോയി മരുന്ന് മേടിക്കണം, ഈ മാസവും തീരാറായി, ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ഈ ഒരു ദിവസം കൂടി ഇല്ലേ, നാളെ ആവട്ടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി പറഞ്ഞു, മാതാവേ ഈ ഒരു ദിവസവും കൂടെ ഉള്ളൂ, ഞാൻ പറഞ്ഞതാ ഈ ഒരു മാസത്തിനകത്ത് എനിക്ക് ആക്കി തരണം, എനിക്ക് പോയി മരുന്ന് മേടിക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വെച്ച് കുരിശ് വരച്ച് സൂക്ഷം പോലെ എനിക്ക് ആ ദിവസം തന്നെ എനിക്ക് മാതാവ് പീരിയഡ്സ് ആക്കി തന്നു. പിന്നെ ഇന്നേ വരെ എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, PCOD ആ ഇതായതുകൊണ്ട്. പക്ഷെ പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്ക് അഥവാ പെയിൻ വരുന്ന സമയത്ത് ഞാൻ തൈലം പുരട്ടിയാൽ എനിക്ക് ആ പീരിയഡ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതുവരെ എനിക്കൊരു പ്രശ്നം തന്നിട്ടില്ല. എനിക്കിപ്പോൾ PCOD അസുഖവും ഇല്ല, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു വലിയ രോഗസൗഖ്യം തന്നിട്ടുണ്ട്. അതിന് എൻ്റെ അമ്മ മാതാവിനോട് യേശുപ്പായോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും എൻ്റെ അപ്പായും ചേച്ചി പറഞ്ഞ കണക്ക് തന്നെ എല്ലാം, ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അമ്മയും അപ്പായും ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിന് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആൾക്കാരുടെ 3 പേരും കൂടെ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇങ്ങനെ 3 പേരും വന്ന് സാക്ഷ്യം പറയാൻ തന്നതിനെല്ലാം ഒത്തിരി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് 3 ഭാഷയിലുള്ള പത്രങ്ങൾ കൊറിയർ വഴി അവിടെ ഖത്തറിൽ വരുത്തുന്നുണ്ട്. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം പത്രം 3 ഭാഷയിലെയും പത്രങ്ങൾ വരുത്തി ഖത്തറിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന എനിക്കൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ നാട്ടിലെ. ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് ഞാൻ ഖത്തറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു. ഇനി ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ഖത്തറിൽ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ജപമാല വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അഖണ്ഡ ജപമാല ചെല്ലാറുണ്ട്, ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാറുണ്ട്. അതെല്ലാം ഈ സഞ്ചാരി ഗ്രൂപ്പ് വഴിയാണ്, മാതാവ് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫുഡ് വിതരണം, ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ പോയി രോഗികളെ കാണാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഞാൻ ഖത്തറിൽ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ ഗ്രൂപ്പ് വഴി പൈസ അയച്ചു കൊടുത്ത്, ഫുഡിനുള്ള പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയതയിൽ കൂടുതൽ വളരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും ബൈബിൾ വായിക്കാൻ, എനിക്ക് സത്യത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. പക്ഷേ ബൈബിളിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതിനകത്ത് വചനങ്ങൾ എന്തെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഈ ഓരോ അധ്യായവും വായിക്കുമ്പോഴും നമുക്ക് ആ അതിനകത്ത് പ്രധാനപ്പെട്ട വചനങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ പതിയാറുണ്ട്. അപ്പം അതിലൂടെ ഒത്തിരി ആത്മീയതയിൽ എനിക്ക് വളരാൻ പറ്റി. പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എല്ലാ പ്രാർത്ഥനകളും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദിയുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടാ, ഞങ്ങൾ ഇവിടെ ഡാൻസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ഡാൻസ് ഞങ്ങളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ ചേച്ചി ആദ്യം മസ്കറ്റിലാണ് പോയത്. അപ്പോൾ ചേച്ചി 6 വർഷമായിട്ട് ഡാൻസ് നിർത്തി വെച്ചിരുന്നത്. അപ്പം ഞാനും പോയപ്പം ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും പഠിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കാരണം പഠിച്ചല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ മാതാവിൻ്റെ യേശുപ്പയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിപ്പം അവിടെ ഡാൻസ് പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളിവിടെ പ്രോഗ്രാംസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുവിധം ഞങ്ങളെ അവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് കഴിഞ്ഞ് നവംബർ 6, നവംബർ 15, ഡിസംബർ 12 എല്ലാം ഞങ്ങൾക്ക് പ്രോഗ്രാം ബുക്കായി കിടക്കുക. അപ്പം ഇത്രയും വലിയ നല്ല വലിയ സ്റ്റേജുകളിലാണ് ഞങ്ങൾക്കിപ്പോൾ പ്രോഗ്രാം തരുന്നതും ഇപ്പം ഞങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഡാൻസ് വീണ്ടും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ അമ്മ മാതാവിൻ്റെ യേശുപ്പയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം മാതാവിനും അപ്പായ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രൊഫഷനോട് കൂടെ തന്നെ ഞങ്ങളുടെ കലയെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്. അപ്പം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും അപ്പ